ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഇറച്ചി കേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു മുന്നേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും കാണണം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് 2 സവോള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി 1 സ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഈസ്റ്റേൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരു ബൗളിലേക്ക് 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബീറ്റ് ചെയ്ത കോഴിമുട്ട നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാല ഒന്ന് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതെല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇറച്ചിക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും പരത്തി കൊടുക്കണം. ഇതിൻ്റെ മേലെ ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. കുറച്ച് കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം 1.5 മിനിറ്റ് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇറച്ചി കേക്ക് റെഡി വന്നിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് തന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.